ഹലോ ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവരും രാവിലെ ചായയാണ് കുടിക്കുന്നത് അല്ലേ? ഞാൻ ചായ അല്ല രാവിലെ കുടിക്കുന്നത്, പാലാണ് കേട്ടോ. പാല് കാച്ചിയത്, മധുരമില്ലാത്തതാണ്. തേയില നമ്മുടെ ശരീരത്തിൽ കേടല്ലേ, അതുകൊണ്ട് ഞാൻ ചായ കുടിക്കാറില്ല. പിന്നെ എല്ലാവരും പാല് തന്നെ കുടിക്കാൻ ശ്രമിക്കുക. അതായത് അത്രയും തേയിലയിൽ മായമുണ്ട്, തേയില, പഞ്ചസാര അല്ലേ. അപ്പം ഞാൻ പഞ്ചസാരയും ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പം നിങ്ങളും അങ്ങനെ ആവുക. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ എന്ത് ഫ്രൂട്ട്സാണ് ഉള്ളത് നിങ്ങൾക്കത് കഴിക്കാം. അപ്പോൾ ഈ പഴം, ഞാൻ ഇന്ന് പഴമാണ് തിന്നുന്നത് കുറച്ച് കഴിഞ്ഞിട്ട്. ഇതിൻ്റെ കൂടെ കുടിക്കുന്നില്ല. പിന്നെ ആപ്പിള്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഫ്രൂട്ട്സ് ഉള്ളത് അത് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ചിലർക്കൊരു ഇതുണ്ട്, ധാരണയുണ്ട്, ഈ പഴം കഴിച്ചാൽ കഫക്കെട്ടുണ്ടാവും. ഒന്നുമില്ല. നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ച് എന്ത് കഴിച്ചാലും നമുക്കൊന്നും വരില്ല. കാര്യം നമ്മുടെ മനസ്സാണ് അങ്ങനെ നമ്മളാക്കി തീർക്കുന്നത്. ഒന്നും വരത്തില്ല. അതായത് ഇതെല്ലാം നമ്മുടെ അത്രയ്ക്കും ഗുണകരമായ ഒന്നാണ്. ക്യാൻസറിനെ പോലും തുരത്തിക്കളയുന്ന ഒന്നാണ്. അതറിയാമോ നിങ്ങൾക്ക്? അത്രയും ഇഫക്റ്റീവാണ് പഴം ഡെയിലി കഴിക്കുന്നത്. നമ്മുടെ മിക്കവരുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ വേരുകളുണ്ട്. അതിനെ നമ്മൾ ആ സെല്ലുകളെ വളർത്താതെ ഒടിച്ചു കളയുന്ന അത്രയും പവറാണ് പഴം. എല്ലാ പഴങ്ങളും കഴിക്കാം. അപ്പോൾ രാവിലെ കുറേ കറിയും കുറേ ഇതൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡയറ്റിങ് ഞാൻ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, ജിമ്മിനൊന്നും പോകാതെ. അപ്പം ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യണം. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ വോയിസ് നല്ല വോയിസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുക. ആഴ്ച 2-3 വട്ടം മതി കേട്ടോ. ഡെയിലി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാവിലെ ടേസ്റ്റ് പോവും. ഓക്കെ. അതുപോലെ പല്ല് നല്ല വൃത്തിയായിട്ട് അമുക്കി തന്നെ തേക്കുക, ഉമ്മിക്കരി ഉപയോഗിക്കുക. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുക. ഇത് എല്ലാം വിഷമാണെന്ന് പറയുന്നവരോട് എനിക്കൊന്നുമില്ല പറയാൻ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ടാറ്റ.